നോമ്പിൽ 21 ദിവസം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ധ്യാനം. ജീവനും മരണവും എന്ന ചിന്താവിഷയത്തെ ആസ്പദമാക്കി ജീവൻ നൽകുന്ന ദൈവശബ്ദം കേൾക്കാം. ജീവൻ, മരണം, മരണാനന്തര ജീവൻ എന്നിവ പല ചിന്താധാരകളുടെയും അന്വേഷണത്തിന് വിഷയീഭവിച്ചിട്ടുണ്ട്. ഇല്ലായ്മയിൽ നിന്നും ഉണ്മയിലേക്ക് വരിക എന്ന ജീവിതത്തെക്കുറിച്ചും, നിദ്ര വിട്ടുണരുന്നത് പോലെ എന്ന മരണാനന്തര ജീവനെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും പ്രതിപാദ്യങ്ങളുണ്ട്. ദൈവപുത്രൻ്റെ ശബ്ദം കേട്ട് മരണത്തിൽ നിന്നും ജീവനിലേക്ക് പ്രവേശിക്കുക എന്നത് ഭാവിയിൽ മാത്രമല്ല, വർത്തമാനകാലത്തും സംഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. തിന്മ ചെയ്ത് ന്യായവിധിക്കായി പുനരുദ്ധാനം ചെയ്യുക എന്നത് ഒരു ദുരന്ത സാധ്യതയാണ്. എന്നാൽ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനും നോക്കി പാർക്കുന്നു എന്ന വിശ്വാസ പ്രഖ്യാപനം നന്മ ചെയ്ത് ജീവനെ പ്രാപിക്കും എന്ന ഗുണപരമായ നിലപാടാണ്. ചിലർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അമരത്വത്തിനുള്ള വക ജനമനസ്സുകളിൽ പതിച്ചു വെക്കാറുണ്ട്. അങ്ങനെ ഒരാളാണ് സാധു സുന്ദർ സിംഗ്. സ്വത്വപ്രതിസന്ധി, ആത്മഹത്യാശ്രമം, വിഷം നൽകിയും പീഡിപ്പിച്ചും ഇല്ലാതാക്കാനുള്ള നിരവധി ശ്രമങ്ങൾ, മരണവക്രത്തിൽ നിന്ന് ജീവനിലേക്ക്, നിത്യജീവനിലേക്ക് താണ്ടിയ വഴികളിൽ ഒന്നും തന്നെ അയാൾ വിശ്വാസത്യാഗി അല്ലായിരുന്നു. ക്രിസ്തുവെ തേടി ക്രിസ്തുവിനു വേണ്ടി ജീവിച്ച ടിബറ്റൻ യാത്രയിൽ ഹിമാലയ സാനുക്കളിൽ എങ്ങോ വിലയം പ്രാപിച്ച സന്യാസി. വിശ്വാസത്യാഗമില്ലാതെ നിത്യജീവനിലേക്കുള്ള പ്രയാണം അനസ്യൂതം തുടരുവാൻ ക്രിസ്തുവിൽ നമുക്ക് ശരണപ്പെടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.